ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ പോയപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവിൽപ്പുതി ശ്രീകൃഷ്ണന് കൊടുത്താൽ ഈ കോടതി അത് കൈക്കൂലിയായിട്ട് തീരുമാനിക്കുമോ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു RSSൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു RSSൻ്റെ റേഞ്ചിലേക്ക് താഴ്ന്ന് വീഴുക ചെയ്തേ. അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കാനല്ലേ നെഞ്ചൽ തമ്മിൽ വിരുത്തിയിട്ട്. അഴിമതിയുടെ കാര്യം മാത്രമല്ല, ഇത് കോടതിയോട് എടുക്കുന്ന നിലപാടാണ്, സുപ്രീം കോടതിയോട് എടുക്കുന്ന സമീപനമാണ്. അല്ല ശരി, അങ്ങനെയാണെങ്കിൽ BJP ഇവിടെ ഒരു വലിയ ഫോഴ്സ് ആയിട്ട് വരില്ല, ഉറപ്പായിട്ടും വരില്ല. അപ്പം മത്സരം എന്ന് പറയുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്, UDF-ഉം LDF-ഉം തമ്മിലാണ്. ഇവിടെ ഇപ്പോൾ മാഷ് പറഞ്ഞു ഒരു തരത്തിലുള്ള സർക്കാർ വിരുദ്ധ തരംഗവുമില്ല, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിലും മറ്റ് ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാർട്ടിയെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കരുവന്നൂർ പോലുള്ളൊരു പ്രശ്നം, ആ പ്രശ്നം വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ ഏറ്റവും അവസാനം നിങ്ങൾ നേരിടുന്ന കേസുകളടക്കം എപ്പോഴും അത് നിലനിർത്തിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വലതുപക്ഷവും അതുപോലെ തന്നെ BJP-യും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാലോജിക്ക് പോലുള്ള അഴിമതി വിഷയങ്ങൾ, മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന അഴിമതി വിഷയങ്ങളും വരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയും ഇപ്പോൾ ഈ മറ്റു വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും ഈ വിഷയങ്ങൾ എങ്ങനെ നിങ്ങൾ മറികടക്കും? ഇതിലതൊരു വിഷയമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും വിഷയമില്ല. ഈ ഉള്ളി തോളി പിടിച്ച പോലെയാണ്, അതിനുള്ളിൽ അവസാനം കാമ്പുണ്ടാവില്ല. പക്ഷേ ജനങ്ങൾക്കത് ബോധ്യപ്പെടണം. ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേദി വലതുപക്ഷ ആശയ നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കൺഫ്യൂഷൻ മാത്രമേ ആൾക്കുള്ളൂ. ഞങ്ങൾ നല്ലതുപോലെ വീട് കയറി ജനങ്ങളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നയിക്കും. കാരണം എന്താണ് ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ ഓരോന്നിനെയും മറുപടി ഉണ്ട് ഞങ്ങൾക്ക്. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താ? ഒരു സഹകരണ ബാങ്കിൽ ചില പ്രശ്നം ഉണ്ടായി. ജീവനക്കാരും അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർ ഡയറക്ടർ ബോർഡൊന്നും പറയാനില്ല, ജീവനക്കാരാണ് അതിന് പിന്നിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആ ബാങ്ക് മറ്റെല്ലാ ബാങ്കുകളെയും പോലെ ലോൺ കൊടുക്കുന്നു, ഡെപ്പോസിറ്റ് വാങ്ങുന്നു, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പോയിട്ടുണ്ട്. ആ ബാങ്കിൽ ഇപ്പം പ്രശ്നമില്ല. പക്ഷേ ആ ബാങ്കിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയും BJP-യും കോൺഗ്രസും എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് CPM-നെയും കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇടക്കിടക്ക് ചോദ്യം ചെയ്യുക, ഇലക്ഷൻ വരുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം ജനങ്ങൾക്ക് നല്ലപോലെ തിരിച്ചറിയാനാവും. ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയ്ക്ക് വേണ്ടി ഒരു ബാങ്കിൻ്റെ പ്രശ്നം നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ആയിരക്കണക്കിന് ബാങ്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ന്യായമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവിടെ ഇവിടെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകാനുള്ള, ആരെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ശരിയായ രീതിയിൽ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം തീർന്നില്ലേ? അവിടെയാണ് ഈ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നത്തിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, ചികിത്സ കിട്ടാതെ മരിക്കുക, ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പം അത്രയും വലിയൊരു പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടപ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഞങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടു എന്നങ്ങ് വിചാരിച്ചാൽ അത് ഗ്രൗണ്ടിൽ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കില്ല. ഗ്രൗണ്ടിൽ എഫക്റ്റും ഇല്ല. കരുവന്നൂരിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് യാതൊരു എഫക്റ്റും ഇല്ല. ഉണ്ടാക്കാൻ പുറത്താണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആശയപരമാണ്. അദ്ദേഹം തൃശ്ശൂർ തന്നെ താമസിച്ചാലും സുരേഷ് ഗോപി ജയിക്കില്ല. ഇവിടെ തന്നെ ഇനി 15-ാം തീയതി ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പൂർണ്ണമായ ഇലക്ഷൻ ചുക്കാൻ പിടിച്ചാലും ആ മണ്ഡലം ജയിക്കില്ല. അതിന് ഒരു ഉത്കണ്ഠ ഉണ്ടാവണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങൾ അതിന് മുന്നോട് പറയാം. എക്സാലോജിൻ്റെ പ്രശ്നം എന്താ? 2 കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ ഭാഗമായി സേവനത്തിൻ്റെ ഭാഗമായിട്ട് പൈസ കൊടുത്തു. അത് ഇൻകം ടാക്സും ഉൾപ്പെടെയുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, അത് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം. എന്നാൽ ഇത് പിണറായി വിജയൻ്റെ മകളുടേതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന കേന്ദ്ര ഏജൻസികളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തത്. അത് ഇന്നലെയും എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർത്തിട്ടുണ്ട്, നാളെ എതിർക്കും. അത്രയേ ഉള്ളൊരു കാര്യം. അതിൽ വേറെ ഒരു യുക്കുമില്ല. ഇപ്പം ഇവിടെ കേസ് ഒന്നുമല്ല. കാരണം സ്വർണ്ണത്തിൻ്റെ പണ്ട് സ്വർണ്ണക്കള്ളക്കള്ളത്തിൻ്റെ പറഞ്ഞില്ലേ, അതുപോലെ